ബിഗ് ബോസ് സീസൺ 7 വിജയിയായി മാറിയ അനുമോൾക്ക് എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുകയാണ്. അനുമോളെ വിജയിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി അഹോരാത്രം പണിയെടുത്ത പ്രിയപ്പെട്ട തുപ്പിക്കും റീ എൻട്രിയിലേക്ക് ഉൾപ്പെടെ പ്രവേശിച്ച് അനുമോൾക്ക് വേണ്ട സഹായങ്ങളും പരമാവധി സപ്പോർട്ടും പരമാവധി വോട്ടും നേടിക്കൊടുത്ത മുൻ മത്സരാർത്ഥികളിൽ ചിലർക്കും 1000 നന്ദി അറിയിക്കുകയാണ്. കാരണം അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് എന്നെ അനുമോളുടെ ഭാഗമാക്കി അനുമോളുടെ PR ആക്കി മാറ്റിയിരുന്നു. സ്വാഭാവികമായും എന്റെ കൂടി ആവശ്യമായി മാറി, എന്റെ കൂടി അഭിമാനമായി മാറി അനുമോളുടെ വിജയം. അതുകൊണ്ട് എന്റെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച തൊപ്പിക്കും ഈ പ്രിയപ്പെട്ട പഴയ കണ്ടസ്റ്റന്റുകൾക്കും ഒക്കെ 1000 സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. അതോടൊപ്പം കഴിഞ്ഞ ജീവിതത്തിനിടയിൽ എന്റെ കഴിഞ്ഞുപോയ കാലങ്ങൾക്കിടയിൽ കുറെ വെല്ലുവിളികൾ ഞാൻ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ വെല്ലുവിളി, നീ ഒരു ഷോർട്ട് ഫിലിം പോലും എടുക്കത്തില്ല എന്ന് പറഞ്ഞ് എന്റെ സുഹൃത്തുക്കളും നാട്ടുകാരിൽ ചിലരും പരിഹസിച്ചതായിരുന്നു. അവർക്ക് മുമ്പിൽ ഒരു സിനിമ എഴുതി സംവിധാനം ചെയ്ത് കാണിച്ച് ഞാൻ കൊടുത്തു. പിന്നീട് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് റോബിനുമായി ബന്ധപ്പെട്ട് പരാമർശം നടത്തിയപ്പോൾ നിന്നെ ബിഗ് ബോസിന്റെ 7 അയലത്ത് കയറ്റത്തില്ല എന്നതായിരുന്നു രണ്ടാമത്തെ വെല്ലുവിളി. 7 അയലത്ത് കയറ്റത്തില്ല എന്ന് വെല്ലുവിളിച്ചവർക്ക് മുന്നിലൂടെ പോയി, ആദ്യ ആഴ്ചയിൽ പുറത്താക്കുമെന്ന് വെല്ലുവിളിച്ചവരുടെ മുന്നിലൂടെ പോയി ആ സീസണിന്റെ കപ്പ് ബിഗ് ബോസിന്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും വലിയ വിജയ ശതമാനത്തിൽ മേടിച്ച് പുറത്തിറങ്ങിയ എനിക്ക് ബിഗ് ബോസിനുള്ളിലും ഒരു വെല്ലുവിളി നേരിടേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് നിങ്ങൾക്കറിയാം. എന്റെ പ്രിയപ്പെട്ട ജുനൈസ് പറഞ്ഞു, ഒരു കാരണവശാലും എനിക്ക് കപ്പ് കിട്ടത്തില്ലെന്ന് പറഞ്ഞു. ജുനൈസിനോട് ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ കപ്പടിക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ കേൾക്കേണ്ടി വന്ന വെല്ലുവിളി എന്റെ പ്രിയപ്പെട്ട തൊപ്പിയുടെ ഭാഗത്തു നിന്നാണ്. അത് ഇൻഡയറക്റ്റ് ആയിട്ട് അഖിൽമാരാർ വോട്ട് ചോദിച്ച ആളാണോ ജയിക്കുന്നത്, ഞാൻ ചോദിച്ച ആളാണോ ജയിക്കുന്നത് എന്ന് പറഞ്ഞ് എന്നെ വെല്ലുവിളിച്ച തൊപ്പിക്ക് മുമ്പിൽ സ്നേഹപൂർവ്വം ഈ വിജയം ഞാൻ സമർപ്പിക്കുകയാണ്. യഥാർത്ഥ വിജയം ജനങ്ങളുടേതാണ്, യഥാർത്ഥ വിജയം ഷോയുടേതാണ്. ജനാധിപത്യപരമായ രീതിയിൽ വോട്ട് ചെയ്ത് വിജയിച്ച അനുമോൾക്കും മികച്ച രീതിയിൽ മുന്നോട്ട് വന്ന 2ാം സ്ഥാനം നേടിയ അനീഷിനും ഷാനവാസിനും അക്ബറിനും നിവിനും ഒക്കെ തന്നെ എന്റെ ആശംസകൾ അറിയിക്കുകയാണ്. 1000 സ്നേഹം അറിയിക്കുകയാണ്. താങ്ക് യു. അപ്പോൾ ഒരിക്കൽ കൂടി അനുമോളെ വിജയിപ്പിച്ച തൊപ്പിക്കും പഴയ കണ്ടസ്റ്റന്റുകൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു.